കൂത്താട്ടുകുളം നഗരസഭയിലെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് അറുതിയില്ല. CPIM കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ തർക്കം. ചെയർപേഴ്സണെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ കൗൺസിലർമാർക്കൊപ്പം കലാരാജുവും കുത്തിയിരുന്നു. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ നഗരസഭാ അധ്യക്ഷയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചർച്ച ചെയ്യണമെന്നായിരുന്നു UDFന്റെ അടിയന്തര പ്രമേയം. ആവശ്യം ഭരണസമിതി തള്ളിയതോടെ പ്രതിഷേധം. LDF ഭരണസമിതിക്കെതിരെ കലാരാജുവും മുദ്രാവാക്യം വിളിച്ചു. കലാരാജുവിന് UDF സംരക്ഷണമൊരുക്കുമെന്ന മാത്യു കുഴൽനാടൻ MLA. ഇനിയുള്ള കൗൺസിൽ യോഗത്തിൽ വിഷയത്തിലൂന്നി UDFന് പിന്തുണ നൽകുമെന്ന കലാരാജു. എന്റെ വിഷയത്തില് UDFകാർ അങ്ങനെ ബെരിയാടാകേണ്ട കാര്യമുണ്ടോ? എനിക്ക് അവരോടൊപ്പം നിന്ന് എന്റെ കാര്യങ്ങള്, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കില്ലേ? LDFന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ല. കലാരാജു അടക്കം 13 പേർ ഇപ്പോഴും LDF കൗൺസിലിലുണ്ടെന്ന് വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്. ഞങ്ങളുടെ അരുവാൾ ചിറ്റിക നക്ഷത്രത്തിലും അരുവാൾ ചിറ്റിക നെൽക്കതിരിലും ജയിച്ചു വന്ന 13 കൗൺസിലർമാരാണ് ഞങ്ങൾ. ഞങ്ങളാണ് ഇവിടെ നഗരസഭ ഭരിക്കുന്നത്. ആ 13 പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇല്ലെങ്കിൽ അവർ അടിയന്തര പ്രമേയത്തിന് നൽകിയിട്ടുള്ളതിൽ വേറെ ആരെങ്കിലും ഒപ്പിട്ടിട്ടുണ്ടോ? കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചെങ്കിലും 30 അജണ്ടകൾ പാസാക്കിയതായി ചെയർപേഴ്സൺ വിജയാശിവൻ അറിയിച്ചു. ഏകപക്ഷീയമായി അജണ്ടകൾ പാസാക്കിയതിനെതിരെ UDF കൗൺസിലർമാർ നൽകിയ വിയോജനക്കുറിപ്പിൽ കലാരാജുവും ഒപ്പുവെച്ചു. കൗൺസിൽ യോഗത്തിനിടെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ UDF കൗൺസിലർ ബോബൻ വർഗീസിനെതിരെ കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയാശിവൻ പോലീസിൽ പരാതി നൽകി. 24 കൊച്ചി.